ഇന്നത്തെ ഗംഭീര എപ്പിസോഡ് ഇതാ നമ്മളിവിടെ തുടങ്ങുകയാണ്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യണം. നസീർ ബിജുകുട്ടൻ ചേട്ടാ, ഷാജി ചേട്ടാ, സ്വാഗതം. മണ്ണാർക്കാട് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ്. ചേച്ചിമാരെ സ്വാഗതം. ചേട്ടാ, നമുക്കൊരു കല്യാണ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മളെ ആ ഒരു കല്യാണ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ടീം മാസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചാലോ? അപ്പൊ ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം അജയ് ചേട്ടൻ, സുമ ചേച്ചി ആൻഡ് മനോ ചേട്ടൻ. കല്യാണം ഒത്തിരി 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 മുത്തുവിളക്കിച്ചേർത്തും കല്യാണം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, സത്യമായിട്ടും വിശ്വസിക്കത്തില്ലേ? പറയട്ടെ എന്തുവാന്ന്. കല്യാണോ എൻ്റെ അല്ല, എൻ്റെ മോടെ. വിശ്വസിച്ചോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞ, അത്രയും കല്യാണപ്രായമായിട്ടൊരു മോൾ എനിക്കുണ്ടെന്ന് സത്യം പറഞ്ഞ ഞാൻ പോലും വിശ്വസിക്കത്തില്ല. ഇന്ന് കല്യാണമാണ് ഞങ്ങളുടെ ഒരേ ഒരു മോള്, കാത്തുന്ന് ഞങ്ങൾ വിളിക്കുന്ന കാർത്തിക. അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങൾ മോക്കായിട്ട് അന്വേഷിച്ചൊരു വരനെ കണ്ടുപിടിച്ചേക്കുക. നല്ലതായിട്ട് ഒരുങ്ങണ്ടായോ? ഞാൻ കാര്യം പറഞ്ഞോണ്ട് നടക്കത്തില്ലേ? ഓ എൻ്റെ ദൈവമേ, ഇന്നെങ്കിലും കണ്ണ് ഒരുപോലെ എഴുതി തരണേ. ഇന്നലെ മത്തിയും ഒരെണ്ണം അയിലയുടെ കണ്ണു പോലെ ഇരിക്കുമായിരുന്നു. അയ്യോ, രണ്ടും ഒരേപോലെ. അയ്യോ, ഓ കണ്ടോ, ദിഗംബരന്റെ കണ്ണുപോലായി. എനിക്കറിയാല്ലേ ഇത് ഇങ്ങനെയൊക്കെ വരുത്തുള്ളെന്ന്. എന്റെ കെട്ടിയോൻ ദിഗംബരനാ വിളിക്കുന്ന കേട്ടോ, താര. എന്റെ പേര് താരക പെണ്ണാളെന്നാണ്, പക്ഷെ എന്റെ കെട്ടിയോൻ എന്നെ താരാന്ന് വിളിക്കും. എന്റെ അമ്മായിമ്മയ്ക്ക് അത് തീരെ പോരാ, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഓ എന്തോ സാധാരണ കെട്ടിയോന്മാര് പറയുന്ന ക്ലീശ ഡയലോഗ് ഉണ്ടല്ലോ, നിനക്ക് ഇത്ര ഒരുങ്ങിയാ പോരായോ, എത്ര നേരം കൊണ്ട് ഒരുങ്ങുക, എത്ര മണിക്കൂറായി, അതൊക്കെ ഞങ്ങള് നിന്റെ കല്യാണമാണോ, ഇതൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഇവർ ഈ കുഴലിനകത്ത് രണ്ട് കാല് കയറ്റിയിടുന്ന പോലെ ആണോ നമ്മൾ ഈ സാരി ഉടുക്കുന്നത്? ആണോ? ഇപ്പൊ പറയട്ടോ ക്ലീശ ഡയലോഗ്. ഇപ്പൊ എന്തോ ധൃതി പിടിക്കണ്ട, പതുക്കെ ഒരുങ്ങിയാ മതി കേട്ടോ. എന്താ പറ്റി? അൺബിലീവബിൾ. അതെന്തൊരു ബിൾബിൾ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. രവിയേട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. രവിയേട്ടൻ ഇങ്ങനെ പറയുമെന്ന്. അൺബിലീവബിൾ എന്താണെന്നറിയാമോ? അതായത് സാധാരണ അങ്ങനെ അല്ലല്ലോ കെട്ടിയന്മാര് പറയുന്നത്. ഞാനിപ്പോ ഇവരോടൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ എന്റെ രവിയേട്ടൻ വന്നിട്ട് പറയും, മതിയടി ഒരുങ്ങിയത്, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്. അയ്യോ, അൺബിലീവബിൾ. നിനക്ക് ഇപ്പോഴും ഈ രവിയേട്ടനെ മനസ്സിലായിട്ടില്ല. കൾച്ചർ ഇല്ലാത്ത ഭർത്താക്കന്മാരാണ് അങ്ങനെ പറയുന്നത്. സമയമെടുത്ത് നല്ലപോലെ ഒരുങ്ങിക്കോ മോള്. എന്ന് ഞാൻ ഒന്നിടത്ത് സെറ്റ് ആവും. എനിക്ക് വയ്യ. മുല്ലപ്പൂവിന്റെ കുറവുണ്ട്. മുല്ലപ്പൂ ഒരുത്തോണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിനകത്ത് വാങ്ങിച്ചു വെച്ച കണ്ടില്ലേ നീ? അത് മുല്ലപ്പൂവായിരുന്നോ? ഞാൻ വിചാരിച്ചു പൊരിച്ചു വെച്ച പോപ്കോൺ അന്ന്. കുഴപ്പമുണ്ട്. അയ്യോ, തിന്നപ്പോ അതിന്റെ മണം പോലും പറഞ്ഞില്ലോ. മണം കൊണ്ടാ തിന്നത്. ഒരു കാര്യം ചെയ്യ്, തല വല്ല പ്ലാസ്റ്റിക് പൂ വല്ല വാങ്ങിച്ചു പോയി. അതെ, തലേ പ്ലാസ്റ്റിക് പൂ മേടിച്ചു വെക്കാൻ. ഇത് കാറിന്റെ ഡാഷ്ബോർഡ് അല്ല, എന്റെ തലയത്. 25,000 രൂപ കൊടുത്ത് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത മുടിക്ക് അത് പ്ലാസ്റ്റിക് പൂ പറ്റത്തില്ല. അതങ്ങോട്ട് 25,000 രൂപ കൊടുത്ത് സ്ട്രൈറ്റ് ചെയ്തു. എന്താ രവിയേട്ടാ? പക്ഷെ നിന്റെ ചുരുണ്ട മുടി തന്നെയായിരുന്നു നല്ലത്. അതെന്താ? അതാകുമ്പോ പേനിന് പിടിക്കാൻ ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ വേണ്ട, ഗ്രിപ്പില്ലാതെ പേനെല്ലാം റൈഡറെ കൂടെ നിരങ്ങുന്ന പോലെ താഴോട്ട് നിരങ്ങുന്നു. 25,000 കൊടുക്കുക. പൈസ ഉണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. തല എത്രയോ ആൾക്കാർ പച്ചവെള്ളം പോലും കുടിക്കാൻ ഗതിയില്ല നടക്കുന്നു. ആ സമയത്താണ് നീ 25,000 രൂപ കൊടുത്ത് മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത്. നീ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിന് എത്ര രൂപ? 2500. 2500 ലിപ്സ്റ്റിക്. കണ്ണിൽ എഴുതിയിരിക്കുന്ന ഏലിയൻ എത്ര രൂപ? ഏലിയൻ അല്ല, ഐലൈനർ. അത് എത്ര രൂപ? 1500. 1500. താരാ, സഹിക്കത്തില്ല. മണലാളിലേക്ക് കിടന്ന് കഷ്ടപ്പെട്ട ഞാനായത്. 4000 രൂപയുടെയും 2500 രൂപയുടെയും ലിപ്സ്റ്റിക് ഐലൈനർ വാങ്ങിച്ച് കണ്ണെഴുതിട്ട് എന്തുവാടി പ്രയോജനം? നിനക്കൊക്കെ കാണാൻ പറ്റുമോ ഇത് എഴുതിയിട്ട്? പറ്റുമോ? നിനക്കൊക്കെ കാണാൻ പറ്റുമോ? ചുമ്മാ പൈസ കളഞ്ഞല്ലേ എഴുതി. മനുഷ്യനോട് ക്ഷീണിച്ചു ഉറക്കം കളഞ്ഞ വെളുപ്പം കാലത്ത് എഴുതട്ടെ ഞാൻ. എനിക്ക് മനസ്സിലായി. അതങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒറ്റ മോള്, ഒരുപാട് കാത്തിരുന്നുണ്ടായ മോള്, കല്യാണം ആകുമ്പം ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഉറക്കമൊക്കെ പോവും. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ രാവിലെ എണീറ്റ് കട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യുന്നത്. ഞാൻ കണ്ടല്ലോ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്. നല്ലത്. പക്ഷെ അത് എക്സസൈസ് ചെയ്തില്ല. പിന്നെ ഈ കുന്തം കാലേക്കൂടെ വലിച്ചു കയറ്റിയിടാൻ നോക്കുവായിരുന്നു. ചെടി ഇത് കേട്ടിട്ട് തീരുന്നില്ലെന്ന് പിന്നെയും കിടക്കുവാ നീളത്തിന്.
ഈ സാരി അല്ലായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ ഏതാ? ആ കടയിൽ നല്ല ഡിസ്പ്ലേ നല്ല ഒന്നാമതൊരു സത്യം പറയാമല്ലോ, ആ ഡിസ്പ്ലേ ആ ബൊമ്മ എടുത്തോണ്ടിരിക്കുന്ന സാരി കണ്ടിട്ട് എനിക്ക് അങ്ങ് കൊതി വരും. എന്തോ ഭംഗിയായിരുന്നു കാണാൻ, നല്ല എംബ്രോയിഡറി വർക്കും ക്രിസ്റ്റലും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. ആണോ? എന്നൊരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരി, ഞാൻ ആ ബൊമ്മ എടുത്തോണ്ട് കല്യാണത്തിന് പോവാം. വലിയ തമാശയായിരുന്നു, വലിയ തമാശ. എനിക്കറിയാം നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനത്തെ തമാശയൊക്കെ പറയുന്നത്. ടെൻഷൻ ഫ്രീ എന്ന് പറഞ്ഞാൽ അമ്പലത്തിലോട്ട് പോകണം. ഇപ്പം അമ്പലത്തിലോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം എല്ലാത്തിനും ഓടാനായിട്ട് നമ്മുടെ കുമാരേട്ടനുണ്ടല്ലോ. അത് ശരിയാ, കുമാരനുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്. 1000 കോഴിക്ക് അരക്കാട എന്ന് പറയുന്ന പോലെയാണ് 1000 പേർക്ക് അരക്കുമാരൻ. എല്ലാ കാര്യത്തിനും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണ് തൂത്ത് വൃത്തിയാക്കട. ചെറുക്കന്റെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഇത് കണ്ടോ എന്റെ പൊന്ന് ദൈവമേ, കല്യാണം ഉറപ്പിച്ചന്ന് മുതൽ ഈ കല്യാണം നടക്കുന്നതും വരെ പുള്ളി അങ്ങ് വന്നേക്കും. പിന്നെ എന്തോനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നമ്മുടെ കൊച്ചിന്റെ കല്യാണം നല്ല രീതിയിൽ നടക്കണ്ട താരേ. എന്തിനാ രാജീവ് എന്ത് അവന് ഇത് കെട്ടിയോണ്ട് ഏട്ടനാണോ ദിവലായിരുന്നോ? ഞാൻ വിചാരിച്ചു പിസാ ഗോപുരമായിരിക്കുന്നു. എന്തോ ഇത് ഇങ്ങനൊക്കെ? ഇത് പുതിയ മോഡൽ ഷെർവാണി. അതെ, ഇന്നലെ വൈകിട്ടൊക്കെ എവിടെയായിരുന്നു? കാണാനേ ഇല്ലായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വീട്ടിൽ പോയോ? ഇന്നലെ വൈകിട്ട് അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഞാൻ ഓഡിറ്റോറിയത്തിലല്ലായിരുന്നു, പെണ്ണുങ്ങളെല്ലാം കൂടി എന്തോ അരിച്ചിട്ടറിയുന്നത് ചുറ്റിനെ അവിടെ പാട്ടൊക്കെ പാടി അരിഞ്ഞരിഞ്ഞരിഞ്ഞ് പെണ്ണുങ്ങളെ കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങിയി. നേരം എടുത്തപ്പോ പെണ്ണുങ്ങൾ എന്റെ പുറത്ത് വെച്ച് പച്ചക്കറി അരിവാളിയോ ഞാൻ ചാടി ഇങ്ങനെ ചലത്തത് എന്നെ വെച്ച് പൂശേനായിരുന്നു. പിന്നെ കാര്യമായിപ്പോ ഇല്ലെങ്കിൽ അവയിലിനകത്ത് കിഴങ്ങാന്നും പറഞ്ഞു എടുത്തിട്ടേനെ. അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആരെ വിളിക്കുന്നു? സ്റ്റീലിന്റെ പാത്രം രണ്ടെണ്ണോ? ആ മൂലയ്ക്ക് വെച്ചേക്കുന്ന സ്റ്റീലിന്റെ പാത്രം അതിലോട്ട് കറി പാകി വെക്കത്തില്ല. അങ്ങോട്ട് സ്റ്റീലിന്റെ പാത്രം വേണമെന്ന് പോലും. സ്റ്റീലിന്റെ പാത്രം പാചകക്കാരല്ലേ കൊണ്ടുവരണ്ട? പിന്നെ എവിടെ സ്റ്റീലിന്റെ പാത്രം കൊണ്ട് കൊടുക്കുന്നത്? എടാ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിന്റെ പാത്രം ഇല്ല. ഞാൻ ഇന്നലെ തൊട്ട് അവിടെ എടുത്തു വെച്ചിട്ടില്ല സ്റ്റീലിന്റെ പാത്രം ഉണ്ടെന്ന്. തീർന്നോ സ്റ്റീലിന്റെ പാത്രം ഇല്ല. അപ്പൊ അതെങ്ങനെ ഇത്? ഇവിടെ 2 സ്റ്റീലിന്റെ പാത്രം എടുത്തോ? ഇവിടെ സ്റ്റീലിന്റെ പാത്രം ഒന്നുമില്ല. എന്തോത്തിനാ? കറി പാത്രം വേണമെന്ന് പറഞ്ഞു സ്റ്റീലിന്റെ. അല്ലാതെ എടാ ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് എന്റെ മോടെ കല്യാണമൊന്നും അല്ല, പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 10,500 രൂപ സ്റ്റീലിന്റെ പാത്രം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കേട്ടോ പൈസ ഞാൻ എടുത്ത് ഒപ്പിക്കും. എങ്ങനെ? എവിടുന്ന്? എൻ്റെ പറ്റത്തില്ല. അതിപ്പോ പൈസയ്ക്ക് പൈസ വേട്ടെ. കുമാരേട്ടാ സ്റ്റീലിന്റെ പാത്രം വേണമെന്ന് വെച്ചാൽ ചേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു സമാധാനം കേട്ടോ. ഇല്ല നീ വന്നു കഴിഞ്ഞാൽ അവിടെ പൈസ പെണങ്ങാൻ ആൾക്കാർ ഇരിക്കുക. കാരണം നീ വന്നു കഴിഞ്ഞാൽ ചോദിക്കും, എന്നോട് ചോദിച്ചു അവൻ കൊച്ചിന്റെ കല്യാണം ഇല്ലയോ, ഇതൊക്കെ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറയില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് തരത്തുള്ളെന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസയുടെ ആവശ്യങ്ങൾ അവിടെ പൈസ എല്ലാം ചേട്ടൻ നോക്കൂളൂ. നാരങ്ങ തപ്പിച്ച് വിളിക്കുന്നു. എന്താ പറ്റി ഇവിടെ കുറച്ചിട്ട് തെക്കമല നിൽക്കുവന്നു? നിങ്ങൾ അവിടെ ഉണ്ടാക്കാനാ പറഞ്ഞ? ഇവിടെ ഇല്ലേ കല്യാണം? തെക്കമല എവിടെ നിൽക്കുന്നു? ATM-നകത്ത് വിരൽ കുടുങ്ങി കിടക്കുന്ന നിൽക്കുവന്നോ? അപ്പച്ചി അവിടെ നിൽക്കല്ലേ. ഞാനിപ്പോ എങ്ങനെ അവിടെ വരുന്നേ? അവിടെ രാവിലെ ഈ വണ്ടിക്ക് വന്ന് ബൈക്ക് വന്നപ്പോൾ വരത്തില്ലായിരുന്നോ? എന്തിനാ ഇവിടെ നിൽക്കുന്ന അപ്പച്ചി പൈസ? ഇപ്പൊ വണ്ടി ഇവിടെ വന്നാൽ 500 രൂപ എങ്കിലും പെട്ട് അടിക്കാൻ വേണം. എൻ്റെ ഇല്ല, ഞാനിപ്പോ ഇവിടെ നപ്പിക്കാം പൈസ. ഇപ്പം എൻ്റെ മോടെ കല്യാണമല്ല ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരായിരുന്നു. എൻ്റെ എടുക്കാൻ എവിടെ ഇരിക്കുന്നു? ഞാൻ കട്ടപ്പന ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നാണ്. എന്താ പൂജാരി ഇയാൾക്ക് എന്തുവാ മണിയെടുക്കാൻ മറന്നു പോയെന്നു? നിങ്ങൾ പിന്നെ എന്തോട്ടാ കട പൂജയ്ക്ക് വിളിച്ചത്? എന്ത് മണി ഇങ്ങനെയൊന്നും വേണ്ട, മണിയെടുക്ക ഇനി തിരിച്ച് പന്തളത്ത് പോകണമെന്ന പൈസ. എന്റെ പൊന്നു പൂജാരി, എന്റെ കൊച്ചിന്റെ കല്യാണമല്ല, പൈസ ഇല്ല എന്റെ. പൂജാരി മണി എടുക്കാൻ മറന്നു പോയെന്ന്. മണി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളത്. ഒരു സ്റ്റീൽ ക്ലാസ്സിനകത്ത് സ്പൂൺ അടിച്ചെന്നാൽ മതി അത്ത സമയത്ത്. മതിയോ? അല്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞു? നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ പൂജയ്ക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് പഠിച്ചടാ ഇതൊക്കെ? മണി മസ്റ്റാണോ? മണി വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ തിരിച്ചെടുക്കാൻ പോവാന്ന് പൈസ വേണമെന്ന്. ഓട്ടോക്കൂലി എന്ന് പറയുമ്പം പന്തളത്ത് എത്ര? 350? ഇല്ല അത് പോരാ അത് തീരെ ഇതാ. 450 വേണം. അങ്ങ് കറങ്ങണ്ടേ? ഇപ്പൊ എൻ്റെ എവിടെ നിന്നിരിക്കുന്ന പൈസ? എന്റെ കൊച്ചിന്റെ കല്യാണം അല്ലല്ലോ പൂജാരി. ഞാനിപ്പോ പെട്ടെന്നൊക്കെ അങ്ങനെ വരുന്നത് നിങ്ങളുള്ള മണി വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ ഇല്ലല്ലോ. എൻ്റെ ഇവിടെ പൈസ ഇരിക്കുന്നു. മണിയുടെ ശരി വിട്ടേക്കാം. മണ്ഡപത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. വേണ്ടേ, കുമാരേട്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വരാഞ്ഞത്. എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ നാസരം പാലക്കാട് നിന്നാ വരുന്നത്. പാലക്കാടുകാരാണ് നാസരം വായിക്കുന്നത്. അവരെന്താ കിടുക്കം നാസരം വായിക്കുന്ന ആളാ. ആണോ? അയ്യോ
25,000 രൂപ അവര് പറഞ്ഞത്. ആണോ? നമ്മൾ 20,000 കൊടുത്തുള്ളൂ. ആ. അവര് പറഞ്ഞ് കേറുന്നതിന് മുമ്പ് 5,000 രൂപ കൊടുക്കണം. അത് പറ്റത്തില്ല, കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അതെന്ത് എനിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പിന്നെ പാലക്കാട് നിന്നുള്ള അല്ലേ നാസരത്തിന്റെ അത് ഞങ്ങള് കഴിഞ്ഞിട്ട് വന്നപ്പോ 5,000 വെറുതെ പാട്ട് ഊതി കളയില്ലേ, ഉടനെ ഞങ്ങൾക്ക് പൈസ വേണോ? അല്ല ഇപ്പൊ 5,000 രൂപ കേറുന്നതിന് ഇത് കഴിഞ്ഞിട്ട് തരാമെന്ന്. പിരിവ് വരുന്ന പറ്റത്തില്ലെന്നോ, ഊതാൻ പറ്റത്തില്ലെന്നോ? ഊതാൻ പറ്റത്തില്ല. നാസരത്തിൽ ഡിപ്ലോമ ഉള്ള ആളാ. ഡിപ്ലോമ എടുത്ത് കളഞ്ഞിട്ട് ഊതാൻ പറ. അത് കേക്കത്തില്ലല്ല സൗണ്ട്. അതല്ലെന്ന് നാസരത്തിൽ വിദ്വാനാണ്, ഭയങ്കര വിദ്വാനാണ്. അങ്ങനോ? ഞങ്ങൾ 20,000 രൂപ തന്നല്ലോ. ഇപ്പൊ 5,000 രൂപ തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം. അപ്പൊ ഞാൻ ഇവിടെ നിർത്തി വെച്ചത് എൻ്റെ ഇല്ല 5,000 രൂപ. നിങ്ങൾക്ക് ഊതണം തന്നെ, നിങ്ങൾ ഊതും. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം അല്ലടോ കുമാരേട്ടാ. ഊത്തിന്റെ കാര്യം. അപ്പൊ ഞാനേ പോട്ട് കാര്യങ്ങളൊക്കെ കൊച്ചിന്തി. അയ്യോ കൊച്ചിനെ ഇപ്പോഴാണ് തിരക്കുന്നത്. മോള് രാവിലെ ഒരുങ്ങാൻ പോയതാ ബ്യൂട്ടി പാർലറിൽ. അതല്ലേ? അതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. അണ്ണാ ഹരിയോട് പറ കൊച്ചിനെ കൂടെ വിളിച്ചോണ്ട് വരണമെന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞോട് അങ്ങോട്ട്. അല്ല മോളെ വിളിക്കാൻ തന്നു. മോളെ വിളിക്കാൻ നീ വരണ്ട. നീ വന്നു കഴിഞ്ഞാൽ പൈസ ചോദിക്കൂടാ അവരെല്ലാരും. അതുകൊണ്ട് നീ വരണ്ട, ഞാൻ പോയി കൊച്ചിനെ വിളിച്ചിട്ട് വരാം. എല്ലാം നോക്കണം. എല്ലാം നോക്കിക്കൊണ്ടു. താണ്ട് വിളിക്കുന്നു. ഓ എന്തുവാടാ? കാബേജ് തോരൻ വെക്കാൻ വേണമെന്നോ ഇനിയും? ബൊക്കയോ? എന്റെ പൊന്നേ, കോളിഫ്ലവർ ഹസ്ബൻഡ് ബൊക്ക എടുത്ത് തോരൻ വെച്ചെന്ന്. ഇനി അത് വാങ്ങിക്കണം, ഇനി വേണം ബൊക്ക വാങ്ങിക്കണം. എത്ര? 1,200 രൂപയുടെ ബൊക്കയാടാ, കൂടിയതാ. ഞാൻ എവിടെ ഒപ്പിച്ച് തരാനാ ഈ 1,200 രൂപ എന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ആണോ? അല്ലല്ലോ. ഞാനിവിടെ സഹകരിക്കുന്നെന്നുള്ളത് എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്തു തരാനാണ് പൈസ 1,500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തു തരാനാണ്? എൻ്റെ ഇല്ല. ഓക്കെ, അപ്പൊ ഞാനേ പോയിട്ട് വരാം. പുള്ളിയുടെ ഒരു നല്ല കാര്യം പറയാൻ പോലും ഒരു സമയം തരത്തില്ല. പുള്ളി ഇവിടെ ഉള്ളത് കൊണ്ട് ഉത്തരവാദിത്തം. കുഞ്ഞുനാൾ പോലെ ഞങ്ങൾ അതുപോലെ ഒരു പാത്രത്തിൽ ഉണ്ട്, ഒരു പാത്രത്തിൽ ഉറങ്ങിയ ആൾക്കാരാ ഞങ്ങൾ. അപ്പൊ അവന് ചെയ്തേ പറ്റുള്ളൂ. എന്തുവാ? ഒന്നുമില്ലെന്നോ? എനിക്കറിയത്തില്ല. എന്തു പറ്റി കുമാരേട്ടാ? എന്തു പറ്റി? എന്തുവാടാ? എന്തുവാ? നീ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നില്ലേ നീ? എന്തോന്ന് കാര്യം എന്തോന്ന് പറയണം? ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കത്തില്ലെന്നോ? നടന്നു പറയരുത് കേട്ടോ. ഞാൻ ബൂട്ടിപ്പാറന്റെ ഫ്രണ്ട് ചെന്ന് നിന്ന് കൊച്ചിനെ വിളിക്കാൻ വേണ്ടി ഈ കൊച്ചനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ചെറുക്കന്മാരുടെ കാറെ കയറി പോയടാ. പോയി എന്തുവാടാ നീ പറയുന്നത്? ശരിയാണോ ഈ പറഞ്ഞത്? ശരിയാണോ ഈ പറഞ്ഞത്? വിളിച്ചപ്പോ പിന്നെ കാണാന്ന് പറഞ്ഞു. പിന്നെ കാണാമെന്ന് നീ വിളിച്ച് പറയണ്ടായിരുന്നോ? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാ കാര്യവും. അവനെ കുറ്റം പറഞ്ഞിട്ട് വളർത്തു ദോഷമാടി, വളർത്തു ദോഷം. നിന്റെ ഒറ്റ കുറ്റം കൊണ്ടാണ് കൊച്ചു പോയത്. ഞാനെന്തോ ചെയ്തു? നോക്കി കണ്ടു പെമ്പിള്ളേർ ഇറങ്ങി പോകുമ്പോ നോക്കണമടി, നോക്കണം. ഉത്തരവാദിത്തം വേണോടി. 10-30 കൊല്ലം ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ടവനാ. എന്റെ കൊച്ചിനെ ഞാൻ പറഞ്ഞു ഒന്നിനും ഞാൻ കുറവുണ്ടാക്കിയിട്ടില്ല. ആദ്യത്തെ 10 കൊല്ലം ഗൾഫിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ കുപ്പൂസും കക്കൂസും അല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. മൊത്തം ഞാൻ ഇങ്ങോട്ടേക്കുമായിരുന്നു. ഒരാപ്പിള് തിന്നാൻ കൊതിക്കുമ്പോൾ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് എന്റെ സ്വന്തം ആദം സാപ്പിള് കണ്ട് ഞാൻ വിശപ്പടക്കുമായിരുന്നു, കൊതിയടക്കുമായിരുന്നു. അങ്ങനെ വളർത്തിയതാ എന്റെ കൊച്ചിനെ കേട്ടോ. നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് പോയത്. എന്റെ കുടുംബത്തിൽ ഇന്നേ വരെ ആരും ഒളിച്ചോടിയിട്ടില്ല. സ്വന്തം വളവങ്ങ് തിരുത്തിയല്ലോ. കാലവരിയെ തറലടിക്കും. കഷ്ടപ്പാടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിളിക്കുമ്പോഴല്ല നിങ്ങൾ AC റൂമിനകത്തല്ലേ ഇരിക്കുന്നത്. ഞാൻ ഫ്ലക്സ് അടിച്ചു വെച്ചിട്ടാണ് ഈ വീഡിയോ കോൾ വിളിക്കുന്നത്. അറിയാൻ നിനക്ക്? നിന്നെയൊക്കെ കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് ചെന്നിട്ടേ ഞാൻ അവളെ കൊല്ലും. അവള് കൊണ്ടുപോയ ചെറുക്കനെ ഞാൻ കൊല്ലും. എന്ത് കാണിക്കുന്നത്? എന്തും ഞാൻ കാണിക്കുന്നത്. മോള് പോയെന്ന് പറഞ്ഞ സത്യമാണോ? കള്ള പറയടി ഞാൻ. എനിക്കറിയത്തില്ല. കല്യാണ ദിവസം തന്നെ മോള് പോയില്ലേ? എങ്ങോട്ടാ പോയത് അവള്? എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന്? പോകുമ്പോ ഇവിടെ അടുത്ത കാലം പോകുമ്പോ ദൂരേലി പോന്നേ, ബോംബെ കൽക്കട്ട ഒക്കെ പോലെ അവിടെ പോയി ഞാൻ തിരക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് താമസിക്കാനുള്ള പൈസ ഒക്കെ വേണ്ടായോ? വണ്ടിക്കൂലി വേണ്ടായോ? എനിക്ക് വിശക്കുമ്പോ എന്തൊരു കഴിക്കണ്ടായോ? എനിക്ക് എത്ര പൈസ ചെലവ്? കുറഞ്ഞ പക്ഷെ 25,000 രൂപ. അത് കൂടുതലാവും ഞാൻ അവിടെ വരെ പോണെന്നുണ്ടെങ്കിൽ. എന്റെ അല്ലേ ഇവിടെ ഇരിക്കുന്ന പൈസ?
തോന്നിവാസമാണോ നീ പറഞ്ഞത്? എന്താ പറഞ്ഞടാ? നിന്റെ കൊച്ചു പോയടി, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവൻ എന്തുവാ പറഞ്ഞത്? നമ്മുടെ കൊച്ചു ബ്യൂട്ടി പാർലറിൽ ഇറങ്ങിയിട്ട് 4-5 ആമ്പിള്ളാരുടെ കൂടെ കാറെ കയറി പോയെന്നില്ലയോ? സത്യം. അതേത് കാറാവെന്നറിയോടി? ഫോട്ടോഗ്രാഫർമാരുടെ കാറ്. അമ്മാര് വീഡിയോ എടുക്കാനായിട്ട് കൊച്ചിനെ അമ്പലത്തിലോട്ട് കൊണ്ടുപോയതാ. അത് കണ്ടിട്ടാണ് ഇവൻ പറഞ്ഞ നമ്മുടെ കൊച്ചു ഒളിച്ചോടി പോയെന്ന്. ഇവനെ കൊല്ലണ്ടേ ഞാൻ. എടാ എടാ എടുക്കടാ, നീ നാസർക്കാരന് കൊടുക്കാൻ പറ്റിയ പൈസ തീരാ. എടുക്കടാ, കൊടുത്തോടാ, നീ എടുക്കടാ. പൂജാരിയുടെ മണിക്കാശം തീരാ. ഇങ്ങനെ എടുക്കടാ, ഇങ്ങോട്ട് എടുക്കടാ, എടുക്കണം ഇങ്ങോട്ട്. കാബേജ് ഒക്കയ്ക്ക് വാങ്ങിച്ച് എന്തിയടാ? പൊക്കോണം ഇവിടുന്ന് മര്യാദയ്ക്ക് പാടി. എന്നെ നോക്കൊന്നും വേണ്ട. നിങ്ങൾ ചെയ്ത് തെറ്റിന് എന്റെ കുടുംബക്കാരെ മൊത്തം പേര് ഏൽപ്പിക്കാൻ ഇറങ്ങിപ്പോ. കൃത്യം 10:30 തന്നെ എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കൂടാ. അങ്ങോട്ട് കണ്ടുപോയക്കരുത്, നിന്നെ മുട്ടുകാലി അല്ലേ ഒടിക്കും കേട്ടോടാ. പടി. എന്തോടാ? അച്ഛനും മോളും അമ്മയൊക്കെ ഒന്നായ സ്ഥിതിക്ക് ഈ കഥയിലെ വില്ലൻ ഞാനാ. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? ഒരു 150 രൂപ വണ്ടിക്ക് വിളിക്കുന്നതാണ്. ടീം മാസ്. നമുക്ക് സ്കിറ്റിന്റെ അഭിപ്രായം ആദ്യം ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ. മനോജ്, അജേഷ്, സുമി, സുമിയുടെ ആദ്യത്തെ വരവ് കാര്യങ്ങളും പിന്നെ ഇവരോട് പറയുന്ന സംഭവങ്ങളൊക്കെ നന്നായിരുന്നു. അത് അതിനകത്ത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അത് ഗംഭീരമായിരുന്നു. അതിൻ്റെ അജേഷ് വന്നിട്ടുള്ള കാര്യം ഷെർവാണി ഉണ്ടെങ്കിൽ അത് നല്ല സംഭവമായിരുന്നു. കാരണം അത് ഭയങ്കര ലോങ്ങിൽ കിടക്കുന്ന സാധനമുള്ള അത് പിടിച്ചിടാനായിട്ടുള്ള ആ സംഭവങ്ങളും കാര്യങ്ങളും നല്ല. പിന്നെ മനോജ് വന്നതിന് വെച്ചാൽ പിന്നെ ഇത് പൈസ വാങ്ങിക്കുന്നത് 2-3 പ്രാവശ്യം ചെയ്തത് അത് നല്ല സാധനമായിരുന്നു. അതും ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നത് നല്ലതായിരുന്നു. പിന്നെ നിങ്ങളുടെ ആദ്യത്തെ ഒരു പെർഫോമൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് തമാശകളുടെ വളരെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എടുത്തു പറയാവുന്ന ഈ 2-3 കാര്യങ്ങളായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുറേ വലിച്ചു നീട്ടിയിട്ട് നമ്മൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞെന്നല്ലാതെ അതിൻ്റെ എൻഡിൽ നിങ്ങൾ പണ്ടൊക്കെ തമാശ കൊണ്ടുവരുമായിരുന്നു. കുറേ സാധനങ്ങൾ നീട്ടിയാണെങ്കിലും കൗണ്ടറല്ലാതെ അതിനകത്തൊരു എൻഡിങ്ങിൽ ആ ഒരേ വാക്കിലും എൻഡിങ്ങിൽ തമാശ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിനകത്ത് കണ്ടില്ല എന്നുള്ളൂ. ഇതിനകത്ത് പറയാനുള്ളത് നേരത്തെ പോലെ കൗണ്ടറുകളുടെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അതാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഗംഭീരമാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഷാജു ചേട്ടാ. 3 പേരും പുലികളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സ്കിറ്റുകളും നമുക്ക് ഓർത്ത് പറയാൻ പറ്റാത്ത അത്രയും സ്കിറ്റുകൾ ഹിറ്റാക്കിയ ആളുകളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഏരിയകളിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. കുറേ അതുപോലെ ഹ്യൂമറിൻ്റെ പല ഏരിയകളിലും ഹ്യൂമർ വേണ്ടിടത്ത് കുറവായിരുന്നു ആക്ച്വലി എനിക്ക് തോന്നിയത്. മറ്റുള്ള സ്കിറ്റുകളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് കുറഞ്ഞു പോയെന്ന് മാത്രമേ തോന്നിയുള്ളൂ, അല്ലാതെ വേറൊന്നും തോന്നിയില്ല. പിന്നെ ബ്യൂട്ടി പാർലറിന് തട്ടിക്കൊണ്ടുപോയ ഒരാളാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഒളിച്ചോടുമ്പോൾ ആദ്യമായിട്ട് ബ്യൂട്ടി പാർലറിൻ്റെ മുന്നിൽ നിന്നാണ് കൊണ്ടുപോയത്. ഞാൻ പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി സത്യം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അവർ പറയും അതാ സ്വന്തം നാട്ടുകാരാണ്. അപ്പം അങ്ങനെ ഒരു കണക്റ്റായി. പക്ഷേ രസമായിരുന്നു. നിങ്ങൾ 3 പേരും കൂടെ വരുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ കുറവ് നമുക്ക് തോന്നുന്നത്. അടിപൊളി എന്നാണ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. ഈ സ്കിറ്റിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. സാധാരണ കല്യാണ വീടുകളിൽ നടക്കാറുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറഞ്ഞതും പോയതും ഒക്കെ. പക്ഷെ അതെല്ലാം കാര്യങ്ങളായിപ്പോയി എന്നുള്ളതാണ് നമുക്കൊരു കുറവ് ഫീൽ ചെയ്തതാണ്. പിന്നെ വന്നിട്ട് മനോജ് വന്നിട്ട് ആ പറയുന്ന ആ പൈസയുടെ ആ ഒരു പോർഷൻ അത് മാത്രമേ നമുക്ക് ചിരിക്കാനായിട്ടുള്ളതുള്ളൂ. പിന്നെ ഷർവാണി ഇടുന്നത് ഇങ്ങനെയുള്ള 2-3 സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. സാധാരണ നിങ്ങളുടെ സ്കിറ്റിന് അങ്ങനെ വരാറില്ല. ഒരു മഴ അങ്ങ് പെയ്താൽ അത് ഇടിയും പെട്ടി പെയ്തിട്ടേ പോവുകയുള്ളൂ. പക്ഷേ ഇതിലെന്തോ ഒരു ശ്രദ്ധക്കുറവ് സംഭവിച്ചു. 2 ദിവസം ഞാൻ കിടപ്പിലായിരുന്നു. അതാണ്. രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു പോകണ്ട, അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷൂട്ടുണ്ട്, ഞങ്ങൾ പോയിട്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. 2 ഇഞ്ചക്ഷൻ തന്നു. 2 ദിവസം ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴും പറ്റത്തില്ല. ഇപ്പം വയറിന് വേദനയാണ്. എന്റെ പോഷണോ ഒന്നും നോക്കാനോ ഇരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ നമുക്കിത് അറിയാമല്ലോ, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നിങ്ങളെ. നമുക്കും അറിയാം, കാണുന്ന ജനങ്ങൾക്കും അറിയാം എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്, അല്ലാതെ പറ്റൂല. ഇങ്ങനെ നമ്മൾ ഈ വേദിയിൽ വന്നിട്ട് ചിരിപ്പിക്കാതെ പോകാന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാര്യം നമുക്ക് ഇനി അടുത്ത ഷെഡ്യൂളല്ലേ വന്ന് കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വന്ന വരവായിരിക്കണം. അത് ഇനി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ എന്തേലും മേലാഴികളുണ്ടെങ്കിൽ നമ്മളൊന്ന് മുമ്പോട്ട് ചാടിച്ചു വെക്കുക, അത്രേ നിവൃത്തിയുള്ളൂ. ചാടിച്ചായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാതെ, എനിക്ക് എങ്ങനെ തുറന്നു പറയണമെന്ന് അറിയത്തില്ല ഇവരോട്. കാരണം അവരൊരു ജീവിതത്തിൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് എനിക്ക് അത്രയും ഞങ്ങൾ നോക്കി വെച്ചിട്ട് ബാക്കി നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവരെ
എനിക്ക് വയ്യാന്ന് പറയുമ്പോൾ അവർക്ക് കൂടെ ഒരു അതിനെ ബാധിക്കുമല്ലോ അത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക്. അപ്പം ഇന്ന് എന്തെങ്കിലും ഒരു കുറവുണ്ട് നമ്മൾ ഇതിൻ്റെ ആ രീതിയിൽ നിങ്ങൾ കാണുന്നു. പക്ഷെ നിങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, നമുക്ക് ആ പ്രതീക്ഷ കിട്ടിയില്ല. അതുകൊണ്ട് ഉള്ള കാര്യം പറയാതിരിക്കാനും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ബെറ്ററായി അസുഖമെല്ലാം മാറി നല്ല ക്ലീൻ ഒരു സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഇക്ക. അപ്പൊ നമുക്കിനി മാർക്ക് ചോദിക്കാം അല്ലേ? ആദ്യം നമുക്ക് ബിജുകുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ഞാനൊരു 3000 രൂപ. 3000. ഇക്കയോ? ഞാനൊരു 4000 രൂപ. 4000. അപ്പം 7000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഷാജു ചേട്ടനോട് ചോദിക്കാം, എത്രയാണ് ഹൈഡ് എന്ന്? ഞാൻ എൻ്റേതാ. 15,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. അപ്പൊ മനോജ് ചേട്ടാ, ഫുഡ് പോയ്സൺ ഒക്കെ മാറി അടുത്ത തവണ ഒരു ഗംഭീര കംബാക്ക് നടത്തുക കേട്ടോ. അല്ലേ? ഉറപ്പാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ മാസിനെ മിസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അടുത്ത തവണ വീണ്ടും കാണാം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ട് വീണ്ടും ഒരു സ്കിറ്റുള്ള സമയമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചോ. അപ്പൊ വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ ചേട്ടൻ, സജി ചേട്ടൻ ആൻഡ് ദീപ്തി ചേച്ചി. ഹലോ ഹലോ. ഓ, എന്താ പറ്റി? ഈ ചോദ്യം പ്രതീക്ഷിച്ചേ. ആ. ഈ ചോദ്യത്തിനുള്ള സാധനമാണ് ഈ ഉത്തരം. ഈ ചോദ്യം പ്രതീക്ഷിച്ച ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നതന്നെ. ഞാൻ ഇവളും കൂടെ എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ രാത്രി ഞങ്ങളുടെ സ്കൂട്ടറിലും കൂടെ പോയി. ഓ. സ്കൂട്ടർ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു വീണു. അപ്പോഴേ ആൾക്കാർ ഓടിക്കൂടി. ഞാനാണെങ്കിൽ മുകളിൽ ഇവളുടെ അടിയിൽ എന്നെ വലിച്ചെടുത്ത് മാറ്റിയിട്ട് എവിടെയും പൊക്കി എടുത്തോണ്ട് ആശുപത്രിയിൽ പോയിരിക്കുന്ന എല്ലാവരും കൂടെ. ഞാൻ അവിടെ മെഴുങ്ങസിയാന്ന് പറഞ്ഞ് നിൽക്കുന്നു. രണ്ടുപേരുടെയും കൈ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ എന്നിട്ട് അവസാനം തൊട്ടടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവരിച്ചിരി മരുന്നും തൂത്ത് വന്നു, ഒരു പ്ലാസ്റ്റർ ഇങ്ങനെ ഒട്ടിച്ചു തന്നു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അല്ല ഇവിടെയുള്ള ഇതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ എവള് പറഞ്ഞു ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനൊന്നും അല്ലായിരുന്നു, മുഖം മാത്രമേ കാണത്തുള്ളായിരുന്നു. മൊത്തം ഞാൻ അഴിച്ചഴിച്ച് വരുവാ. അല്ല ആക്സിഡന്റ് കൂടുതൽ ഇവിടെയാണ്. എന്നെ തോന്നും ഇതിനകത്തൊന്നും ഇല്ലെന്ന്. ഇത് കണ്ടോ, ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഊരടി. ഇത് ആരാണ്? ഇത് കണ്ടാ? കൈ കാണിച്ചോടി, കൈ കാണിച്ചു. ചെറിയുള്ള സാധനം ഇതിനാ. നീ നേരെ നടന്ന്, നീ നേരെ നടന്ന്. അല്ല കുഴപ്പമുണ്ടോ? അതില്ല, കെട്ടില്ലാത്തോണ്ടാ. ഇവിടെ 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 ഇത്രയേ ഉള്ളു. എനിക്ക് അവിടെ ചെന്നപ്പോ സത്യം പറഞ്ഞാൽ ഒരു ഗുളിക പോലും തന്നില്ലെന്ന്. ഇത്രയേ ഉള്ളു. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഡോക്ടർ എനിക്ക് വേദനക്കുള്ള ഗുളിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചില്ല. ചീട്ട് മേടിച്ചു. ഞാൻ വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ മതിയല്ലോ. കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അല്ല, വണ്ടിയുടെ താക്കോലും ഉണ്ടോ? വേണ്ട, ഞാനേ ബസ്സിൽ പോവാ. ബസ്സിൽ എന്തിനാ ബസ്സിൽ പോണ? വണ്ടിയിൽ പോയാ പോരെ ചേട്ടാ. എടി, ബസ്സിൽ പോകുന്നതാണ് സേഫ്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പോയാ മതി. പ്രൈവറ്റ് ബസ്സിൽ പോകാൻ അല്ലാതെ നിങ്ങളെങ്ങനെ KSRTC ലോക്കൽ സർവീസിൽ കയറിയെന്ന് ഞാൻ അറിഞ്ഞ ഇവിടെ മറ്റേ കുട്ടികളെ കല്യാണം ഓടിക്കും ഞാൻ. താക്കോലിങ്ങട്. ഇതാണ് സേഫ്. ചീട്ട് പോയിട്ടുവാ. ഇപ്പൊ തന്നെ പോണോ? വൈകുന്നേരം കാണാൻ പോയാ പോരാ? ഇനി എന്നാ എപ്പോഴേലും പോ. അതെ, നീ വന്ന് രാത്രി മൊത്തം അവിടെ ആയിരുന്നു. നേരം വെളുത്തിങ്ങോട്ട് വന്നേ ഉള്ളു. സാധാരണ നേരം വെളുക്കുമ്പോ എനിക്ക് സംഭവം കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടാറുള്ളതൊന്നും കിട്ടിയില്ല. അതല്ല പിന്നെന്തൊന്നാണ് സഹിച്ചേട്ടാ? പല്ലിച്ചില്ലല്ലേ? ബ്രഷ് മേടിച്ച് ഞാൻ എടുത്തോണ്ട് വരാൻ. പുല്ല നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ കാര്യം എന്റെ റൂട്ടിലേക്ക് വരുത്തണേ. ഈ മനഃപൂർവ്വം നീ മനസ്സിലായി. എന്റെ റൂട്ടിലേക്ക് വരത്തില്ല നീ. മനസ്സിലായി? എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ ടീച്ചറ് ഇളക്കം കൂടുതലും മനസ്സിലാവുന്നുണ്ട്. ഇളക്കം കൂടുതലെന്ന് പറയാൻ കാരണം നിങ്ങൾ എന്തിനായാലും ഒക്കെ ജനലിൽ കൂടെ ഒളിഞ്ഞിട്ട് നോക്കാൻ പോയത്? അയൽവക്കത്തെ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയതാ? ഞാനോ? അല്ല, ഞാൻ. നീയായിരുന്നു. പിന്നെ എന്റെ വെക്കിട്ട് എന്നെ തോന്നിയ കുത്തിയാ അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞ. അതെന്താന്നറിയോ? അയലത്തെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോഴുള്ള വീട്ടിൽ ഇരിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം അറിയുന്നേ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഇത് നിന്നോട് ആരാ പറഞ്ഞേ? അപ്പുറത്ത് ആ ഭദ്രൻ ചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞില്ല ഇയാളെന്താ 24 മണിക്കൂർ എന്റെ കൂടെ വന്നിട്ട് നോക്കിയിരിക്കണേന്ന്. ഭദ്രൻ നിന്നോട് അങ്ങനെ പറഞ്ഞു? അപ്പൊ 24 മണിക്കൂർ അവൻ ഇങ്ങോട്ട് നോക്കിയിരുന്നിട്ടായിരിക്കണമല്ലോ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവൻ കണ്ടത്. അപ്പൊ ആ 24 മണിക്കൂർ അവൻ ഇങ്ങോട്ട് എന്തിനാടി നോക്കിയിരുന്നത്? അവൻ എന്നെ അല്ലല്ലോ അങ്ങനെ നോക്കി. അപ്പൊ നിന്നെ അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ അവൻ. ഇല്ലാത്തത് പറയല്ലേ ചേട്ടാ, ഇല്ലാത്ത പറയല്ലേ. ഇല്ലാത്ത പറഞ്ഞപ്പോ വിഷം വന്നുണ്ടോ? അപ്പൊ ഇല്ലാത്ത പറഞ്ഞപ്പോ എനിക്ക് വിഷമം വരത്തില്ലയോ? അപ്പൊ മേലാൽ ഇമാതിരി വർത്താനം പറഞ്ഞ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്ത് കളയും. മേലാൽ ഇമാതിരി ആവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ ചവിട്ടിയെടുത്ത് ഞാൻ പുറത്ത് കളയുന്നു.
അന്നാ അതൊന്ന് കാണണമല്ല. എന്താന്ന് ചവിട്ടിയെടുത്ത് പുറത്തിട്ടെറിഞ്ഞ് കൊള്ളനാണ് പോ. പിന്നെ എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി വിശേഷമൊന്നുമില്ലേ ഉണ്ടല്ലോ. ഇനി പോണം വരുന്നു, വിഷു, സംക്രാന്തി, നസീർ. അതൊരു ഫ്ലോയിൽ അങ്ങ് വന്നു പോയാ. അല്ല, അവർക്ക് ട്രീറ്റ് കൊടുക്കണ്ടേ? കൊടുക്കാവല്ലോ. മിനി ആയിരിക്കും, ഏത് നേരം വിളിച്ചോണ്ടിരിക്കും. ഭയങ്കര കഷ്ടമാണ് ഇവളെ കൊണ്ട്. എന്താ പറഞ്ഞു? എന്റെ കൂടെ +2 പഠിച്ചാണ്. മലയാളം മീഡിയം അല്ലല്ലോ പഠിച്ച, ഇംഗ്ലീഷ് മീഡിയം അല്ലേ. മലയാളത്തിന്റെ ABCD അറിയാൻ പാടില്ല. എന്നോട് ഇന്നലെ വിളിച്ചിട്ട് എന്താ വെച്ചാ, കണക്കിന് എത്ര കായുണ്ട്, കൊച്ചിച്ചന് എത്ര ചായ ഉണ്ട്. ഇതിപ്പോ കാലത്ത് വിളിച്ചിട്ടേക്കണേ താല്പര്യത്തിന് എത്ര പായ ഉണ്ടെന്ന്. താല്പര്യം ഉണ്ടെങ്കിൽ പാ പോലും വേണ്ടല്ലോ. എന്ത് തോന്നിയ അത്തരം വർത്താനം പറയണ നിങ്ങൾക്ക്? അല്ലേലും ഇപ്പൊ ഇത്തിരി താല്പര്യമൊക്കെ കൂടുതലാണ്. എന്നെ പൊട്ടിയാക്കാന്ന് വിചാരിക്കണ്ട സായിച്ചേട്ടാ. നീ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ സൈക്കിളിന് ഒരു പരിധിയുണ്ട്. ഞാൻ കാണണ്ട് എന്നോ സുജാത വിളിക്കുമ്പോ ഓടിച്ചെന്ന് ഫോൺ എടുക്കണ്, ചോടനും മിണ്ടണ്. ആ മൂലക്കത് ഇവിടെ വന്ന് നിന്നിട്ട് നിങ്ങൾ വീഡിയോ കോൾ എടുത്തിട്ട് പറയടി പിടിക്കണേ എന്താ കൊഞ്ചലും കൊഴിലും ഉമ്മ കൊടുക്കണേക്കെ ഞാൻ കണ്ട്. നിങ്ങളുടെ ഫോണിൽ സുജാത വിളിക്കല് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ചതിക്കാൻ പാടില്ല സായിച്ചേട്ടാ. എന്നെ എന്നും പൊട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കട്ടോ. ദീപ്തി തുടർന്നു വരുന്നില്ല. അതെ, ഈ ഫോൺ ചെയ്യുന്ന സുനിത എന്റെ ആരാ? നിങ്ങളുടെ ഭാര്യ. നീ എന്റെ ആരാ? നിങ്ങളുടെ കാലൊടിഞ്ഞപ്പോ നോക്കാൻ ചേച്ചി കൊണ്ടു നിർത്തിയ സ്ത്രീ. അപ്പൊ ആ വ്യത്യാസം കാണത്തില്ലേ? അവള് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ 3 നേരം കഴിക്കുന്നത്. അപ്പൊ അവളുടെ ഫോൺ നമ്മൾ എടുക്കണ്ടേ? അപ്പൊ അവളെ കുറ്റം കോള് വരുന്നു. എന്റെ അമ്മോ സുനിത. എന്നെ 1 മാസം ഒന്നും പറഞ്ഞെടുത്തിട്ട് ഇപ്പൊ മാസം 3 ആയി എടുക്കണം. ഞാൻ ഇവിടെ എടുക്കണമെന്ന് അത് മതി. പോണത് എടുക്ക്. എന്റെ ദൈവമേ, എന്തോ ചെയ്യൂ. ഹലോ സതീഷേട്ടാ, എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് മോളെ, വീട്ടിലുണ്ട്. എങ്ങനെയുണ്ട് കാലിപ്പോ? ആരുടെ കാല്? എന്ത് കാല്? പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. 3 മാസോ? 1 മാസം മതി എന്നല്ലേ അന്ന് പറഞ്ഞത്? ഒരു ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ ഫ്ലെമിംഗൻ. എന്ത്? എനിക്ക് ഏതൊക്കെ ഡോക്ടറെ അറിയാ. ആ പെങ്കുച്ചു പോയായിരുന്നു അപ്പോ? വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു കൊള്ളത്തില്ല, അവളെ അഴിക്കപ്പെണ്ണ്. വീഡിയോ കോൾ വന്നേ. എന്താ ഒന്ന് വീഡിയോ കോൾ ചെയ്തു സതീഷേട്ടാ. വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചേ. എന്തോ നമ്മുടെ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാൻ എത്ര നാളായി. ഇതെന്താ തലയിട്ട് കുളിക്കണേ? തലയിട്ട് കുളിക്കാനല്ല, നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കാം. കണ്ട എന്തായി കാണിക്കണേ? നമ്മുടെ വീടൊക്കെ ചുറ്റി കണ്ടല്ലേ നമ്മുടെ. കണ്ടേ? കസേര ഇവിടെ മാറ്റിട്ടോ? മാറ്റിയിട്ട് സതീഷേട്ടാ, ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കിയേ. ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണാക്കാൻ. ഫ്രണ്ട് ക്യാം കണ്ടാ? നമ്മുടെ ബെഡ്റൂം കാണിക്കണോ? വേണ്ട, വൃത്തിയാക്കി വെച്ചാൽ മതിയല്ല. വരുമ്പോ അതുപോലെ തന്നെ കാണണം. ശരി എന്നാ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ. ബൈ. അമ്മ എന്തൊരു സാധനം ചേട്ടാ, എന്ത് പെണ്ണുപിള്ളേടത്. ഒടുക്കത്തെ സംശയമാണ് നിങ്ങൾ എങ്ങനെയെ കൂടി പൊറുക്കണത്. ദൈവമേ, മക്കളും വിഷമിച്ചു പോയി വെറുതെ. നീ ഒരു ചായ എടുത്തുണ്ടോ? ചായ എന്റെ ഉയിരെല്ലാം പോയി. ഇങ്ങനെ 10 കോള് വന്നാ മതി. പരലോകത്തേക്ക് പോകും. ഹലോ, ഒരു സെക്കൻഡ്. 10 ലക്ഷം അളിയാ. അളേ കോളിലളേ, ഒരു സെക്കൻഡ്. എടാ, 10 ലക്ഷത്തിന് പകരം നീ 8 ലക്ഷം തരാന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ ശരിയാവും? 2 ലക്ഷം അങ്ങ് പോട്ടെന്നാ. എന്താണ് ഇത്? പാട്ട് നീ 8 ലക്ഷം ഞാക്കി. അത് അവന് കൊടുത്തത് 12 ലക്ഷം അല്ലേ? ആ 12 ലക്ഷമാണ്. അതിലും 2 ലക്ഷം രൂപ. അതിലും 2 ലക്ഷം രൂപ പോയി. കുഴപ്പമില്ല, ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, തൽക്കാലം 8 ലക്ഷം രൂപ ഇങ്ങനെ അയക്കി. അതുപോലെ അല്ലറ ചില്ലറ കുഞ്ഞ് ചിലവുണ്ട്, അതിൻ്റെയാണ്. കുഴപ്പമില്ല, അയച്ചേരെ. ഓക്കെ എന്നാ. ഞങ്ങളുടെ ലക്ഷങ്ങളുടെ ബിസിനസ് അളിയാ. നിസാരമല്ലേ? എന്നെ കൂടെ എനിക്കൂടെ ലക്ഷങ്ങൾ കിട്ടണ, എന്നെ കൂടെ പഠിപ്പിക്കലിയാ. വലിയ കാര്യമൊന്നുമില്ല. ഫോൺ ഇങ്ങനെ എടുക്കടാ, ഓൺ പോലും ചെയ്യരുത്. എന്നിട്ട് ഞാൻ ചെവിയിലേക്ക് വെക്കണം. 15 ലക്ഷം അളിയാ.
അയച്ചേരേ. ഓ ഞാൻ വേണമെങ്കിൽ 2 ലക്ഷം രൂപ ഇന്നേ തന്നേക്കാം. ഗൂഗിൾ പേ ഉണ്ട്. ഇട്ടേരെ. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഫോണെന്നെടുത്ത് എടുത്ത് ഫോണെടുത്ത് ഓൺ ചെയ്യല്ലേ? ചെവിയിൽ വെച്ചു സംസാരിച്ചു. ഹലോ. ആ ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ 1.5 ലക്ഷം രൂപയില്ലേ? 1.5 കോടിയാണല്ലോ. അപ്പൊ എനിക്ക് വേണ്ട 80 ലക്ഷം രൂപ ഏതാണ്ട് ഞാനിത് അല്ലേ ഒരു സെക്കൻഡ് 80 ലക്ഷം ആണല്ലോ എനിക്ക് അതിനകത്ത് കിട്ടിയ പ്രോഫിറ്റ്. അതെന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ആ പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാൻ 2 CR ഇടുന്നത്. നീ 1 CR ഇടണം. അളിയ ഇത് കൊള്ളാവണം. എന്തൊരു സുഖം. എങ്ങനെ ഒരു രസമല്ലേ? തള്ളി മറിച്ചപ്പോ ഭയങ്കര സുഖം. ഇതാണ് തള്ളിന്റെ ഒരു പ്രത്യേകത. അല്ല അളിയനിപ്പോ തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞപ്പോണ് വാ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ? സുനിത വിളിച്ചപ്പം കോൾ എടുത്തില്ല അളിയാ? ആര് പറഞ്ഞ? അവൾ എന്നെ വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ, മുമ്പ് ഒരു ദിവസം വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ഇല്ല സുനിത വിളിച്ചു. ഞാൻ ഇപ്പൊ എല്ലായിടവും കൊണ്ട് കാണിച്ചിങ്ങനെ കൊടുത്തതേ ഉള്ളൂ. എന്റെ അമ്മ എല്ലായിടവും കാണിച്ചു കൊടുത്തു. ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ എടുക്കും. സുനിത വിളിച്ച വേറെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു അളിയൻ അവിടെ ഒരു പെണ്ണ് നോക്കി വെച്ചിട്ടുണ്ട് വിദേശത്ത്. ആ പെണ്ണെ കെട്ടത്തില്ലെന്ന് അളിയൻ പറഞ്ഞു. ശരിയാവത്തില്ല. അത് കാര്യം അത് ശരിയാവത്തില്ല. കാര്യം തന്ന് അളിയാ അവള് വിദേശത്താണ്. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് അവൾ അങ്ങ് ജോലിക്ക് പോകും. ഞാൻ ഇവിടെ കിടക്കും. ഒരു ആൾക്കാർ പറയും പെണ്ണും പിള്ളേരെ ചെലവിൽ നമ്മൾ നിന്ന് കുടിച്ച് കിടക്കണം, ഇവന് വല്ല ജോലിക്കും കുലിക്കും കൂടിയടാ എന്ന് എന്തിന് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് ശരിയാവത്തില്ല. അല്ല ഞാൻ അളിയനല്ല കേട്ടോ. അളിയനെ ഞാൻ പറയത്തില്ല. അളിയൻ എന്റെ അളിയനല്ലേ അളിയ. സംഭവം എന്റെ പെങ്ങള് കഷ്ടപ്പെട്ട് അളിയൻ ഒന്നും ജോലിക്കൊന്നും പോവാതെ ഓസിനെ തിന്ന് കുടിച്ച് കിടക്കണേന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാനത് പറയൂല. മനസ്സിലായില്ലേ? ഞാൻ അളിയനല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായളിയാ. അതിനെങ്കിലും മനസ്സിലാക്കിയാ കൊള്ളാം. അളിയൻ രാവിലെ ഒന്നും കഴിച്ചില്ലേ? 2 പഴത്തിന്റെ പുറത്താളിയാ നിൽക്കുന്നേ. തെന്നി വീണില്ലേ? തെന്നി വീണില്ലേ? അല്ല പഴത്തിന്റെ പുറത്ത് കയറി ഇന്നു പറഞ്ഞോണ്ട് ചോദിച്ചേ. അളിയ 2 പഴം കഴിച്ചിട്ടാ, വെറും വയറ്റിൽ 2 പഴം കഴിച്ചിട്ടാ നിൽക്കുന്നേ. അളിയാ മത്തി കഴിക്കൂ. ചെറുമീനുകളൊക്കെ കഴിക്കും. എന്തോന്ന്? അല്ല മത്തിക്ക് പിന്നെ വയറും വായൂല്ലേ? അത് പിന്നെ മത്തി അങ്ങനല്ല. മത്തി പൊരിച്ചത് കഴിക്കൂലേ? മത്തി പൊരിച്ചാ പിന്നെ കഴിക്കത്തില്ലേ? മത്തി പൊരിച്ചും കൂടി ഒരു ഊണം അങ്ങോട്ട് പിടിക്കുന്നതിനെ എന്താ അഭിപ്രായം? സൂപ്പർ ആയിരിക്കും. ഞാൻ കഴിച്ചിട്ട് അളിയും പിടിക്കണേ. അതെന്താ പരിപാടി? പറഞ്ഞിട്ട് ഞാനൊന്നും കഴിച്ചു. ഇവിടെ ഒന്നും വെച്ചില്ലെന്ന്. ഇവിടെ ഒന്നും വെച്ചില്ലേ? ഇല്ല. അളിയ ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ. അത് നേരത്തെ ഇപ്പോഴല്ലല്ലോ. 2 മാസം മുമ്പേ പറഞ്ഞു വിട്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അഴുക്ക പെണ്ണ് ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞു വിട്ടായിരുന്നു. അതെങ്ങനെ ശരിയാവും? എന്താ? ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഒരു പെങ്കൊച്ച് ഇങ്ങനെ അകത്തോട്ട് കയറി പോണുണ്ടല്ലോ. അളിയാൻ ഓട്ടോയ്ക്ക് വന്നപ്പോ ഇവിടുന്ന് ഒരു പെങ്കൊച്ച് അങ്ങോട്ട് കയറി പോന്ന കണ്ടെന്ന്? ഞാൻ കണ്ടളിയാ. ഇവിടുന്ന് കയറി പോകുന്നത് അളിയൻ കണ്ടുന്ന്? എന്റെ പൊന്നളിയ ഇവിടുന്ന് ഒരു പെങ്കൊച്ച് അകത്തോട്ട് കയറി പോണ ഞാൻ കണ്ടെന്ന്. ശരിയാണോ? എന്റെ പൊന്നെ ഞാൻ കണ്ടു. സുകുമാരൻ അല്ല അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അതല്ലേ ഞാനും പറഞ്ഞത്. അല്ല പിന്നെ ഇവിടെ പലരും എന്നോട് പറഞ്ഞു അളിയ ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന മാഷും കുടുംബം ഇല്ലേ, ആ ഭാര്യ തൂങ്ങി മരിച്ചില്ലേ? എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അളിയ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. അയൽക്കാർ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അളിയൻ ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുന്നതാണോ കണ്ടത്? എന്റെ പൊന്നളിയ ഇവിടുന്ന് അങ്ങോട്ട് കയറി പോണം ഞാൻ കണ്ടു. അപ്പൊ അളിയൻ അവിടെ അത് കറക്റ്റ് ആയിരിക്കും. അതെന്താ അങ്ങനെ പറയാ? അപ്പൊ ആ സ്ത്രീ ഇവിടെ ഉണ്ട്. അത് യക്ഷിയാണ്. ഈ ചുമ്മാ പറയരുത്. എന്താ ചിലർക്ക് ഇത് കാണാം. അപ്പൊ എനിക്ക് കാണാൻ പറ്റും. അളിയന്റെ നാളെന്തുവാ? ചില നാളുകാർക്ക് കാണാൻ പറ്റും. എന്റെ നാളെ തിരുവോണത്തിന് കാണാൻ പറ്റും. അപ്പൊ അളിയന് കാണാൻ പറ്റും. ഞാൻ ഔട്ടോ ഉത്രാടം ജസ്റ്റ് മിസ്. ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഉത്രാടത്തിന് കാണാൻ പറ്റത്തില്ല. ഉറപ്പാണെന്ന്. അതുകൊണ്ട് അതെ അളിയൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരല്ലേ? അങ്ങനെ ഉപദ്രവിക്കാൻ യക്ഷി വരല്ലേ എന്ന്. ഉപദ്രവിക്കൊക്കെ ചെയ്യും. ലക്ഷ്യമില്ലാത്ത യക്ഷി. ഉപദ്രവം തുടങ്ങി. എന്തുകൊണ്ടാ ഉപദ്രവം തുടങ്ങിയത്? അളിയന്റെ നാളൊക്കെ മനസ്സിലായി. അളിയൻ ഇതൊന്നും കാണാനും പറ്റുന്നില്ല. അളിയൻ ഒരു കുഴപ്പമില്ല. ഞാൻ 2 അടിച്ചിട്ട് കിടന്ന് ബോധമില്ല കിടന്ന് ഉറങ്ങുമല്ലോ. 2 അടിച്ച കുഴപ്പമില്ല. അപ്പൊ 2 എനിക്ക് അത് തീർന്നു. ഞാൻ ഇന്ന് കുപ്പി കുടിച്ച് തീർന്നില്ല. അപ്പൊ 2 അടിക്കാൻ എന്താ ഒരു വഴി? കാര്യം ചെയ്യും. അളിയൻ പിടിക്കാൻ 2 മാച്ചോണ്ട് പോയിട്ടോ. എല്ലാം ഒറ്റയ്ക്ക് പോവല്ലേ? അത് ശരിയാകുന്നില്ല. പൊളിഞ്ഞു പോയി. തിരുവോണം നാളെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ. ഇതിപ്പോ എന്തോ ചെയ്യും എന്താണെന്നറിയാവോ? പേടിച്ചിട്ടേ തൊണ്ട വരണ്ടിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു പേടിച്ചു കഴിഞ്ഞാൽ ആരായാലും ഒരു ചായ കുടിക്കാൻ അങ്ങനെ തോന്നുന്നു. നല്ല സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചുള്ളൂ ഒരു ചായ കുടിക്കണമെന്ന്. താങ്ക് യു നിങ്ങളെ. താങ്ക് യു കേട്ടോ. അച്ഛൻ നമ്മളെ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുമ്പോ നമ്മളത് കുടിക്കണം. നേരത്തെ ഞാൻ ഇവിടെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയി. എവിടെ? ഇപ്പൊ ഇവിടെ ചായ കൊണ്ടുവന്നാ കണ്ട? എനിക്ക് വേണ്ട. അയ്യോ അളിയാ ഉണ്ട്. എനിക്കിപ്പോ വിശ്വാസമായി. അളിയാ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അതുണ്ട്. എനിക്ക് ചില ആൾക്കാരെ ഈ താടി വെച്ച ആൾക്കാരെ യക്ഷിക്ക് അത്ര പിടിക്കത്തില്ല. താടി വെച്ചവരെ ഉപദ്രവിക്കും. കാര്യം കേട്ടിട്ടില്ലേ? താടി വെച്ചനെ പേടിയുള്ളൂ, താടി വെച്ച അപ്പനെ പേടിയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടളിയാ. ഷേവ് സെറ്റ് ഉണ്ടോ? ഷേവ് സെറ്റ് ഇവിടെ ഇല്ല. എന്നാ പിന്നെ ഞാൻ പോയി ഷേവ് ചെയ്തിട്ടൊന്നല്ലോ. അത് നല്ലതാണ്. അളിയൻ പോയി ഷേവ് ചെയ്തിട്ട് കുറെ സമയം കിട്ടില്ല.
പൊക്കോ. അയ്യോ അവല്ലേ, നിന്ന്. ഇന്ന് കട മുടക്കമാണല്ലോ ചൊവ്വാഴ്ചയായിട്ട്. അല്ലല്ലേ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അപ്പൊ ഇന്ന് ഈ കട തുറക്കത്തില്ല, പിന്നെ എങ്ങനെ ഷേവ് ചെയ്യും? ഒരു തരത്തിലും അതാണ്, ഒരു തരത്തിൽ എന്നെ ഷേവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം, അത് മാത്രമല്ല ഞാനിപ്പോ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് പോയാലേ നിങ്ങൾ ഇവിടെ കിടന്ന് പുഴുക്കും. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഈ പെങ്ങൾ എന്നെ വിളിച്ച് പറയും എന്റെ ഭർത്താവിനോട് നീ ഒറ്റയ്ക്ക് കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടാടാന്ന് ചോദിക്കും. അതുകൊണ്ട് അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. എന്റെ പുക കണ്ടേ അടങ്ങും. അളിയാ യക്ഷി എവിടെ? യക്ഷി അളിയാ എവിടെ അളിയാ? കപ്പെടുത്തോണ്ട് പോണളിയാ. എവിടെ? അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. ശരി, ഒരു കപ്പ് പോകുന്നുണ്ട്. കപ്പല്ല, ഒരു ആളും കൂടെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. അളിയാ പെണ്ണ് പോണെന്ന്. എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ പോത്തെ. കാണാൻ പറ്റുന്നില്ലേ? അയ്യോ, അപ്പൊ ഇത് വിഷയമാണ് അളിയാ. ഞാൻ പറഞ്ഞില്ലയോ ഇത് വിഷയമാണ്. മേപ്പാടനെ വിളിക്കാം. എടാ, എന്തെങ്കിലും രക്ഷിക്കുന്നതിന് ഉടനെ മേപ്പാടിന്റെ അടുത്തോട്ട് എന്തിനാ പോന്നെ? പിന്നെ കീഴ്പ്പാടനെ വിളിക്കാം. ആരെങ്കിലും വിളിക്കണം, ഒരു മന്ത്രവാദി വിളിക്കാം. എനിക്കറിയാവുന്നൊരു മന്ത്രവാദി ഉണ്ട്. ആരാ അത്? പണ്ട് ഗുണ്ടായിരുന്നു, ഇപ്പൊ ഭയങ്കര മന്ത്രവാദിയാ. ഈ പുള്ളിയാണെന്നുണ്ടെങ്കിൽ യക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ആണിയെടുത്ത് തലയിലെടുത്ത് ഇങ്ങനെ അടിക്കുന്ന സംഭവം ഇല്ല. പിന്നെന്തുവാ? കമ്പിപ്പാരെടുത്ത് തലയടിച്ചങ്ങ് പൊട്ടിക്കും. അത്രയും വേണോ? പിന്നെ വേണോ? കുഴപ്പമില്ല. ജയിലാവത്തില്ലേ? പിന്നെ യക്ഷിയെ കൊന്ന എവിടെ നിന്ന് ജയിലിപ്പം. പിന്നെ അവന്റെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ഇങ്ങനെ ഇടും. ഈ ഇട്ടിട്ട് ഈ യക്ഷിയെ പിടിച്ച് അതിനകത്തിട്ട് ചൂടും. ആ, ഈ യക്ഷിയെ കാണുമ്പോൾ അവന് ചെറിയ ഭ്രാന്തൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ എന്റെ കണ്ണിൽ കണ്ട യക്ഷിയെ രണ്ടാറ്റി വലിച്ചു കയറി ഞാൻ അടുപ്പിനകത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ പെങ്ങൾ എന്നെ പിന്നെ കൊലക്ക് കൊടുക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ? നീ എന്നെ കൊലക്ക് കൊടുത്തത്. യക്ഷിയൊന്ന് നിന്നേ. യക്ഷിയാറ്റി വന്ന യക്ഷിയാറ്റി തന്നെ നിൽക്കണം, അല്ലാതെ വീട്ടുകാരത്തിയായിട്ട് കയറി അങ്ങ് നിൽക്കരുത് കേട്ടോ. ഈ പരിസരത്തെങ്ങാൻ ഇനി മേലെ കണ്ട മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, ചോറ്റാനിക്കര അമ്മ സത്യം, ഞാൻ ഇനി ഈ ഏരിയ വരൂല. ഈ യക്ഷി നമ്മളെ പള്ളുരുത്തി ഭാഗത്തുള്ളതാണ്. എങ്ങനെ പിടി കിട്ടി? ആ ചോറ്റാനിക്കര അമ്മയിൽ ഞാൻ ഇനി പോയി പൊന്നളിയ യക്ഷി കോപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്ത എന്താണെന്നറിയാവോ? ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. വേനളി കയറ്റി കൊന്നോളാം ഞാൻ. എടാ, നീ എന്റെ അളിയനായിപ്പോയി, എന്റെ പെങ്ങളെ ഭർത്താവ്. മനസ്സിലായ? എന്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം വിസ എല്ലാം അയച്ചിട്ടുണ്ട് പെങ്ങള്. പിന്നെ ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. റസീദ് പോ ചെല്ല്. പോയേ പറ്റുമല്ലേ? ഓ, എന്നാ അളിയന് ഒരു നോട്ടെ എല്ലാം കൊണ്ട് ഒപ്പിച്ച് വെച്ചിട്ട് യക്ഷി പ്രേതം, അതും ഈ 2026 അതും എന്നോട് പേടിപ്പിക്കാനേ. ഞാനല്ലേ പേടിപ്പിക്കുന്നത്. ചേട്ടാ ചായ. താങ്ക് യു. ആ സ്കിറ്റിന്റെ ലാസ്റ്റുള്ള ട്വിസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സ്കിറ്റ് നമ്മുടെ കാര്യക്കാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് ചോദിക്കാം. നസീർക്ക, അത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. ലാസ്റ്റത്തെ ട്വിസ്റ്റ് അത് പ്രേതം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ഒരു ചിത്രം വരച്ചിട്ട് മിക്ക ചിത്രകാരന്മാരും ചോദിക്കാറുണ്ട് ഇതെന്താണെന്നോ, ഇതിന്റെ ഡെഫിനേഷൻ എന്താണ് നിങ്ങളിൽ കാണുന്നത്, അതാണ് ഇത് എന്ന് പറയുന്നത്. അല്ല, ഞങ്ങളിവിടെ പറഞ്ഞത് അത് പ്രേതം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് എന്ന് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് എഴുതിയവർക്ക് ഒരു മനസ്സിലൊരു പ്ലാൻ കാണുമല്ലോ, അത് ഇതായിരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് കുറേ എപ്പിസോഡുകൾ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതങ്ങ് മാറ്റി നിർത്താം, അതിന് മുമ്പോട്ട് വരാം. പ്ലേ എല്ലാം ഓക്കെ ആയിരുന്നു. തമാശയിൽ കുറഞ്ഞു പോയെന്നല്ല, ഇല്ലെന്ന് വേണേൽ പറയാം. അങ്ങനെ പറയരുത്. അല്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഇവിടെ ഇരുന്ന് പറയാം നല്ലത് ഉണ്ടാക്കാൻ, പക്ഷെ ഉണ്ടാക്കിയേ പറ്റൂ. കാര്യം അത് നമ്മുടെ ആവശ്യമായി പോയി. നമുക്കത് ആവശ്യമാണ്, നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ, ചിരിപ്പിച്ചേ പറ്റൂ. കാര്യം സമയം വിലപ്പെട്ടതാണല്ലോ. നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കണ്ടേ? തീർച്ചയായും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചാലേ നമുക്ക് അതിനനുസരിച്ച് മറുപടി ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ പോരായ്മകൾ ഏകദേശം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ കീറി മുറിക്കാതെ അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. മണിക്കുട്ട, ദീപ്തി, സജി, എനിക്ക് തോന്നുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഇറക്കാന്നുള്ളല്ലേ? ആദ്യത്തെ വിജയിച്ചിട്ടല്ലേ സെക്കൻഡ്? അല്ല, അത് വേണമെന്നില്ല. ആടെന്ന് പറഞ്ഞ സംഭവം അങ്ങനെയല്ല. ആട് 1ഉം 2ഉം 3 ഒക്കെ ഇറങ്ങി. അല്ല, ഞാൻ പറഞ്ഞത് അതിനൊരു ബാലൻസ് വേണമെങ്കിൽ ഇടാം. അത് കണ്ടിട്ട് പറയണായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് തോന്നുന്നു തമാശയുടെ കുറവ്. എനിക്ക് ആദ്യം ഞാൻ കയറിയ ഹോസ്പിറ്റലാണെന്ന് കരുതി. കാരണം ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി വരുന്നത്. പിന്നെ അവിടെ കാണിച്ചേക്കണ നമ്മളിപ്പോൾ ഒരു രോഗം കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നാലും രണ്ടും രണ്ട് ട്രീറ്റ് ആയിരിക്കുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം ചെയ്തത്. അതൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് തമാശകൾ ഒടുന്നേലും നമ്മൾ സാധാരണ നിങ്ങളുടെ സ്കിറ്റിൽ കാണുന്ന പോലെ ആ ഒരു സംഭവം 3 പേർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം നിസ്സാരക്കാരല്ലല്ലോ നിങ്ങൾ. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ഒരു ഉടനീള ഹ്യൂമറാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കാം.
അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ. മണിക്കൂട്ടാ, സജി, ദീപ്തി, ഓൾറെഡി നല്ല നല്ല നിങ്ങളുടെ ഏറ്റവും രസകരമായ സ്കിറ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ സ്കിറ്റ് നേരിട്ട് കാണാൻ പറ്റി. ആക്ച്വലി 3 പേരും നല്ല ആർട്ടിസ്റ്റുകളായതുകൊണ്ടാവണം നമ്മൾ ഹ്യൂമറിൻ്റെ ഏരിയ മറന്ന്. കാരണം ഹ്യൂമർ കുറവാണ് ഈ പറഞ്ഞ പോലെ, പക്ഷേ നമ്മളത് മറന്ന് നമ്മളൊരു കഥ പോലെ കാണുക. ആക്ച്വലി നല്ല നമുക്ക് ബോറടിക്കുക ഒന്നുമില്ല, നമ്മൾ കഥ പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീടും കാര്യങ്ങളും ഈ വരുന്നതും ഈ ഒളിപ്പിക്കുന്നതും പോകുന്നതും വൈഫിൻ്റെ ഫോൺ കോളും എല്ലാം ആയിട്ട് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹ്യൂമറിൻ്റെ കുറവ് തന്നെ. കാരണം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഇത് അതാണല്ലോ, ഹ്യൂമറാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നല്ല സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമുക്കപ്പോ മാർക്കിലേക്ക് കടക്കാം അല്ലേ? ആദ്യം നമുക്ക് ഷാജി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഞാനൊരു 8000. 8000. ബിജുകുട്ടൻ ചേട്ടനോ? ഞാനൊരു 7000 രൂപ കൊടുക്കും. 7000. അങ്ങനെ 8ഉം 7ഉം 15000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. നസീറൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്ക 20,000. ഓക്കെ, അപ്പൊ 20,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിട്ടുള്ളത്. കൗണ്ടേഴ്സ് ഒക്കെ നിറച്ചിട്ട് നമുക്ക് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ ഗംഭീര സ്കിറ്റുകളായിട്ട് വരണം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഗംഭീര ചിരികളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is Meenakshi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.